കൈലാസത്തിന്റെ കാവൽക്കാരനും പരമശിവന്റെ വാഹനവുമായ നന്ദിയുടെ കഥ നിങ്ങൾക്കറിയാം. നന്ദിയുടെ ജനനം ഒരു ഐതിഹ്യമാണ്. ശിലാദൻ എന്ന മുനി തന്റെ പുത്രനായി ശിവനെപ്പോലെ ഒരു കുട്ടിയെ ലഭിക്കാൻ കഠിന തപസ്സു ചെയ്തു. ശിവന്റെ അനുഗ്രഹത്താൽ നന്ദി ഒരു യാഗാഗ്നിയിൽ നിന്ന് പിറന്നു. നന്ദി ചെറുപ്പത്തിൽ തന്നെ ശിവന്റെ ഭക്തനായി വളർന്നു. ഒരു ദിവസം നന്ദി ശിവനെ കാണാൻ കൈലാസത്തിൽ പോയി. ശിവന്റെ മുന്നിൽ എത്തിയപ്പോൾ നന്ദി ശിവനോട് തന്റെ ഭക്തിയും വിശ്വസ്തതയും പ്രകടിപ്പിച്ചു. ശിവൻ നന്ദിയുടെ ഭക്തിയിൽ സന്തുഷ്ടനായി അവനെ തന്റെ വാഹനമായും കൈലാസത്തിന്റെ കാവൽക്കാരനായും നിയമിച്ചു. ശിവന്റെ ഏറ്റവും വിശ്വസ്തനായ സേവകനായിരുന്നു നന്ദി. ശിവൻ എവിടെ പോയാലും നന്ദി ശിവന്റെ അനുഗമിച്ചു. ശിവനും പാർവതിയും തമ്മിലുള്ള സംഭാഷണങ്ങൾ നന്ദി ശ്രദ്ധയോടെ കേൾക്കുമായിരുന്നു. ശിവന്റെ ഓരോ ചലനവും ഓരോ വാക്കും നന്ദിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു. രാവണനുമായി ബന്ധപ്പെട്ട ഒരു കഥയും നന്ദിക്കുണ്ട്. രാവണൻ ഒരിക്കൽ ശിവനെ കാണാൻ കൈലാസത്തിൽ ചെന്നു. നന്ദിയെ കണ്ടപ്പോൾ രാവണൻ അവനെ പരിഹസിച്ചു. കോപത്തിലായ നന്ദി രാവണനെ ശപിച്ചു. നിന്റെ രാജ്യത്തെ ഒരു കുരങ്ങൻ നശിപ്പിക്കും എന്ന് നന്ദി രാവണനോട് പറഞ്ഞു. പിന്നീട് രാമായണത്തിൽ ഹനുമാൻ ലങ്കയിൽ തീയിട്ട സംഭവം നന്ദിയുടെ ശാപത്തിന്റെ ഫലമായിരുന്നു. ഇവിടെ നന്ദി ശിവന്റെ ശക്തിയുടെ പ്രതീകമായി നിലകൊള്ളുന്നു. ശിവനെ അപമാനിക്കുന്നവർക്കുള്ള ശിക്ഷ കൂടിയായിരുന്നു നന്ദിയുടെ ശാപം. ഇന്നും എല്ലാ ശിവക്ഷേത്രങ്ങളിലും നന്ദിയുടെ പ്രതിമ കാണാം. നന്ദി ശിവന്റെ സാന്നിധ്യത്തിന്റെ പ്രതീകമാണ്. നന്ദിയെ ആരാധിക്കുന്നത് ശിവന്റെ അനുഗ്രഹം നേടാൻ സഹായിക്കുമെന്നാണ് വിശ്വാസം.